നമസ്കാരം. ഏപ്രിൽ 9 സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കുകയാണ്. മൂന്നാം ഊഴത്തിൽ LDF സർക്കാർ തുടരും. 10 വർഷങ്ങൾക്ക് ശേഷം UDF ഒരു തിരിച്ചുവരവ് സാധ്യമാണ്. LDF UDF മുന്നണികൾക്ക് ബദലായി NDAക്ക് സംസ്ഥാനത്ത് ഉയരാൻ സാധിക്കും. ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മെയ് 4 വോട്ട് എണ്ണുന്നത് വരെ കാത്തിരിക്കണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാൻ. രാഷ്ട്രീയ വിദഗ്ധർ അതിനിർണായകമായ തെരഞ്ഞെടുപ്പെന്ന് വിലയിരുത്തുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാടിന്റെ ജനവിധി എപ്രകാരമായിരിക്കും? കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ജനമനസ് എങ്ങനെയായിരുന്നു? ഒരു തിരിഞ്ഞുനോട്ടം. ജനഹിതം 2026. 1950 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ കൊടകര നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ഇപ്പോഴത്തെ പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ. 1987 മുതൽ 2001 വരെ കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി MLAയും മന്ത്രിയുമൊക്കെയായത് കോൺഗ്രസിലെ അതികായനായ KP വിശ്വനാഥനായിരുന്നു. എന്നാൽ 2006 മുതൽ തുടർച്ചയായി 4 തവണയും മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത് LDFന്റെ ജനപ്രതിനിധികളാണ്. മണ്ഡലം പുനർനിർണയത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പുതുക്കാട് നിയോജക മണ്ഡലം 2011 ആദ്യമായി ജനവിധിയെ അഭിമുഖീകരിച്ചത്. അളഗപ്പനഗർ, നെന്മണിക്കര, പറപ്പൂക്കര, പുതുക്കാട്, തൃക്കൂർ, മറ്റത്തൂർ, വരന്തരപ്പള്ളി, വല്ലച്ചിറ പഞ്ചായത്തുകൾ ചേരുന്നതാണ് പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചിത്രം. തുടർച്ചയായ 20 വർഷം MLAയും മന്ത്രിയുമൊക്കെയായി കൊടകര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച KP വിശ്വനാഥനെ പിടിച്ചുകെട്ടാൻ 2006 തെരഞ്ഞെടുപ്പിൽ LDF ഒരു തുറുപ്പ് ചീട്ട് പുറത്തിറക്കി. C രവീന്ദ്രനാഥ് എന്ന അധ്യാപകനെയാണ് LDF നിയോഗിച്ചത്. 2006 തെരഞ്ഞെടുപ്പിൽ 19,883 വോട്ടുകൾക്ക് KP വിശ്വനാഥൻ C രവീന്ദ്രനാഥിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. അന്ന് BJPയുടെ A നാഗേഷ് തന്റെ കന്നി അംഗത്തിൽ നേടിയത് 818 വോട്ടുകൾ മാത്രമായിരുന്നു. UDF പ്രതിനിധിയായ KP വിശ്വനാഥൻ തുടർച്ചയായ 20 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ശേഷം പിന്നീട് തുടർച്ചയായ 20 വർഷമായി LDF പ്രതിനിധികളാണ് പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച് കയറിയത്. 2011 പുതുക്കാട് മണ്ഡലം പുനഃക്രമീകരിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടർച്ചയായ 2ാം ജയത്തോടെ മണ്ഡലം LDFന് അനുകൂലമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. 26,482 വോട്ടുകൾക്കാണ് KP വിശ്വനാഥിനെ തുടർച്ചയായ 2ാം പരാജയം C രവീന്ദ്രനാഥ് സമ്മാനിച്ചത്. തുടർച്ചയായ 2ാം തോൽവിയോടെ KP വിശ്വനാഥൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. 2011 ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വേണ്ടി മത്സര രംഗത്തുണ്ടായിരുന്നത് ശോഭ സുരേന്ദ്രൻ എന്ന ശക്തയായ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 14,425 വോട്ടുകൾ നേടി NDAയുടെ വോട്ട് വിഹിതം 10.43% ഉയർത്താൻ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞു. 8,000 വോട്ടിൽ നിന്ന് 14,000 വോട്ടുകളിലേക്ക്. 2016 എത്തുമ്പോൾ ചിത്രം മാറുന്നില്ല. C രവീന്ദ്രനാഥ് തന്നെ LDFന്റെ സ്ഥാനാർത്ഥി. UDFനായി മത്സര രംഗത്തെത്തുന്നത് INTUC നേതാവായ സുന്ദരൻ കുന്നത്തുള്ളി. തന്റെ ഹാഡ്രിക് വിജയം C രവീന്ദ്രനാഥ് സ്വന്തമാക്കുമ്പോൾ ഭൂരിപക്ഷം 38,478 ഉയർന്നു എന്നതും ശ്രദ്ധേയമായി. മണ്ഡലത്തിൽ തന്റെ 2ാം അംഗത്തിനിറങ്ങിയ NDAയുടെ A നാഗേഷ് ആ തെരഞ്ഞെടുപ്പിൽ 35,833 വോട്ടുകൾ നേടി വോട്ട് വിഹിതം
22.58% ഉയർത്തി. LDFും UDFും മുൻ വർഷങ്ങളിലെ വോട്ട് വിഹിതം നിലനിർത്തിയപ്പോൾ 5 വർഷം കൊണ്ട് BJPക്ക് ഇരട്ടി വോട്ടിന്റെ വർധനയാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ പുതിയ വോട്ടർമാർ മുഴുവൻ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. ഇനി 2021 തെരഞ്ഞെടുപ്പിലേക്ക്. 2021 തെരഞ്ഞെടുപ്പിൽ 3 ടേം പൂർത്തിയാക്കിയ പ്രൊഫസർ C രവീന്ദ്രനാഥ് മാറി നിന്നു. പകരം മുൻ വർഷങ്ങളിൽ രവീന്ദ്രനാഥിനായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്ന KK രാമചന്ദ്രൻ LDFനായി മത്സര രംഗത്തെത്തി. എന്നാൽ 4ാം തവണയും LDF ആധിപത്യം തുടർന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സുനിൽ അന്തിക്കാടാണ്. 27,353 വോട്ടുകൾക്കാണ് KK രാമചന്ദ്രൻ സുനിൽ അന്തിക്കാടിനെ പരാജയപ്പെടുത്തിയത്. 2016 വോട്ട് വിഹിതം നിലനിർത്തി എന്നത് മാത്രമായിരുന്നു 3ാം തവണയും NDAക്കായി മത്സരിച്ച A നാഗേഷിന്റെ ആശ്വാസം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണക്കുകളെല്ലാം അപ്രസക്തമാക്കുന്നതായിരുന്നു പുതുക്കാട് മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ. 62,635 വോട്ടുകളാണ് NDAക്ക് വേണ്ടി സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിന്ന് നേടിയത്. LDFിലെ VS സുനിൽകുമാറിനേക്കാൾ 12,692 വോട്ടുകളുടെ ഭൂരിപക്ഷം. UDFിലെ K മുരളീധരൻ നേടിയത് 42,715 വോട്ടുകൾ മാത്രം. സുരേഷ് ഗോപിക്ക് 2024 ലഭിച്ച വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാനായാൽ മണ്ഡലത്തിൽ NDA പ്രതീക്ഷിക്കുന്നത് ഒരു അട്ടിമറി വിജയം തന്നെയാണ്. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും ചിത്രം മാറുന്നതാണ് പുതുക്കാട് മണ്ഡലത്തിലെ വോട്ട് കണക്കുകൾ. 8 പഞ്ചായത്തുകളിൽ തൃക്കൂർ, പുതുക്കാട്, അളഗപ്പനഗർ പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തിയപ്പോൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. നെന്മണിക്കര, പറപ്പൂക്കര പഞ്ചായത്തുകളിൽ LDF ഭരണം നിലനിർത്തിയപ്പോൾ വല്ലച്ചിറ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ഭരണം LDFിനൊപ്പം നിന്നു. LDF ഭരിച്ചിരുന്ന മറ്റത്തൂർ പഞ്ചായത്തിലാകട്ടെ UDFന്റെയും BJPയുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റായി. 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികൾ പഞ്ചായത്തിൽ നേടിയ വോട്ടുകളും ഈ സമയത്ത് പ്രസക്തമാണ്. LDF പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നേടിയത് 62,381 വോട്ടുകളാണ്. UDF നേടിയത് 52,598 വോട്ടുകൾ. NDA നേടിയതാകട്ടെ 38,687 വോട്ടുകൾ. LDFന് 9,753 വോട്ടിന്റെ ഭൂരിപക്ഷം. 2021 തെരഞ്ഞെടുപ്പിൽ KK രാമചന്ദ്രൻ നേടിയത് 27,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ LDFന്റെ ഭൂരിപക്ഷം 9,753 ആണ് എന്നത് കണക്കുകളിൽ ശ്രദ്ധേയമാണ്. ഓൾ ആർ മാത്തമാറ്റിക്സ്. ഇതെല്ലാം വെറും കണക്കുകൾ മാത്രമാണ്. 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി LDF, ജനപ്രിയ വാഗ്ദാനങ്ങൾ നൽകി UDF, കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി NDAയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങുമ്പോൾ ഈ കണക്കുകളെല്ലാം ഒരുപക്ഷെ അപ്രസക്തമായേക്കാം. ജനം മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്താണ്? പുതുക്കാട് മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമോ? കാത്തിരിക്കാം മെയ് 4 വരെ. നന്ദി, നമസ്കാരം.